ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ LBS വഴിയും PNC മേക്ക് വഴിയൊക്കെ നഴ്സിങ്ങിനും പാരാമെഡിക്കലിനൊക്കെ അഡ്മിഷൻസ് സ്റ്റാർട്ടല്ല, ഏകദേശം ക്ലോസ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഭയങ്കര വിഷമത്തോടെ വന്ന് കമൻറ്റ് ഇടുകയും മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്ത കാര്യമാണ്. ഇതുവരെയും അഡ്മിഷൻ ആയില്ല ഞങ്ങൾക്ക് മാത്രമാണോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജൊക്കെ ഇടണുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് 6th അലോട്ട്മെൻറ്റ് സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തവർക്ക് ഒന്നും കൂടെ 6th അലോട്ട്മെൻറ്റിൻ്റെ പബ്ലിഷിൽ കയറി നോക്കാം. നിങ്ങൾക്ക് ഇതുവരെയും അഡ്മിഷൻ ആയോ, ഇന്ന് ലാസ്റ്റായിട്ട് ഏതെങ്കിലും കോളേജ് കിട്ടിയോ എന്ന് നോക്കാം. കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഗ്രാറ്റ്സ്. അപ്പോൾ ഇന്ന് കിട്ടിയ കുട്ടികൾ നിർബന്ധമായും ടോക്കൺ ഫീസ് അടച്ച് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ടോക്കൺ ഫീസ് അടച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും ഇനിയുള്ള അലോട്ട്മെൻറ്റുകൾ എന്തെങ്കിലും വന്നാൽ അതിന് കയറാനൊന്നും പറ്റില്ല. അപ്പോൾ ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നത്, ഒരുപാട് കുട്ടികൾ ഇതുപോലെ പറഞ്ഞായിരുന്നു അഡ്മിഷൻ കിട്ടിയില്ല എന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നഴ്സിങ്ങിൻ്റെയും പാരാമെഡിക്കലിൻ്റെയും ഒക്കെ ഇനിയുള്ള ഫ്യൂച്ചറിലെ സ്കോപ്പും മറ്റു കാര്യങ്ങളും. പിന്നെ പുറത്തുള്ള കൺട്രീസിൽ എത്രത്തോളം വേക്കൻസീസ് അവൈലബിൾ ആണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ സയൻസ് ആയിട്ട് ഏത് സ്ട്രീം എടുത്ത കുട്ടികളായാലും ഒരു 99% കുട്ടികളും ഇപ്പോൾ നഴ്സിങ്ങും പാരാമെഡിക്കലും ഒക്കെയാണ് നോക്കിയത്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരുപാട് കുട്ടികൾ ഇതിനൊക്കെ അപ്ലൈ ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആഗ്രഹിച്ചിരുന്ന കുട്ടികളുടെ വേക്കൻസി കുറഞ്ഞതും മാർക്കുള്ള വേറെ സ്ട്രീം എടുക്കേണ്ടായിരുന്ന കുട്ടികൾക്ക് കിട്ടിയതുമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ മാത്രമല്ല, ഇപ്പോൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ മാത്രമല്ല അപ്ലൈ ചെയ്തതിൽ വേറെ 30% കുട്ടികൾ മാത്രമേ അഡ്മിഷൻസ് ആയിട്ടുള്ളൂ. ഇപ്പോഴും വേറെ കുട്ടികളൊക്കെ ഇപ്പോഴും ഇതുപോലെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി വെയിറ്റ് ചെയ്യുന്നതിന് അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സ്പോട്ട് വരികയാണ്. ഇനി ഇതിന് കുട്ടികൾ വേണമെങ്കിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണിത്. അതുപോലെ തന്നെ വേറെ ഒരു ഓപ്ഷനും നിങ്ങൾ എടുത്ത് വയ്ക്കരുത് എന്ന് പറയാനും പറ്റാത്തൊരു സിറ്റുവേഷനോട് ഇപ്പോൾ കടന്നു പോകുന്നത്. സെക്കൻഡ് ഓപ്ഷൻ എന്ന വിധം എന്തെങ്കിലും നോക്കാവുന്നത് നല്ലതാണ്. പുറത്തോട്ടോ എന്തെങ്കിലും നോക്കാവുന്നതും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോഴ്സൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒട്ടും വെയിറ്റ് ചെയ്യാൻ സമയമില്ല. പുറത്തോട്ട് നോക്കുകയോ വേറെ എന്തെങ്കിലും കോഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ എടുത്ത് വെക്കേണ്ടതാണ്. സീറ്റ് ബ്ലോക്ക് ചെയ്യുകയോ അങ്ങനത്തെ എന്തെങ്കിലും സമ്പ്രദായങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്. കാരണം എല്ലാം കോഴ്സുകളും അതിൻ്റേതായ പ്രാധാന്യമുള്ളത്. നമുക്ക് ജസ്റ്റ് കളിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്നും കിട്ടാത്തത് കൊണ്ട് കയറേണ്ട അങ്ങനത്തെ ഒരു കോഴ്സിനും ഇല്ല. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ എന്ന് വേണം ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾ മാത്രമല്ല, ഒരുപാട് കുട്ടികൾ ഇപ്പോഴും 100-ൽ 25% കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻസ് ആയിട്ടുള്ളൂ. അപ്പോൾ അത് നോക്കാം. കാരണം അത്രത്തോളം വേക്കൻസീസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാം കണ്ട് ശ്രദ്ധിച്ച് ചെയ്യാവുന്നതാണ് എന്തായാലും.